ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? ഞാനും തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോൾ ബെഡ്റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും കൂടി ഒന്നിച്ച് ഒരു ദിവസം ക്ലീൻ ചെയ്യലൊന്നും നടക്കില്ല. അപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഓരോ ദിവസം ഓരോ ബെഡ്റൂം അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ഒന്നിച്ചൊന്നും കഴിയൂല. പിന്നെ ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് നടക്കില്ല. അവർ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വരും. അപ്പോൾ ആവശ്യമില്ല, ഞാൻ ഓരോ സാധനങ്ങൾ കൊടുത്തൊരു ഭാഗത്ത് ഇരുത്തിയിട്ടാണ് ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നത്. എന്നാലും ഉള്ളൊരു ആവശ്യം പറഞ്ഞിട്ട് വരും. അപ്പോൾ ഞാൻ രാവിലെ ചായകുടി കഴിഞ്ഞിട്ട് വേഗം ക്ലീനിങ്ങിന് ഇറങ്ങിയതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച്. പിന്നെ കുട്ടികളതൊക്കെ അവർ തന്നെ കുറേയൊക്കെ ശരിയാക്കി വെക്കും കേട്ടോ. അവർ ഷെൽഫുകളൊക്കെ അവർ തന്നെ വൃത്തിയാക്കി വെച്ചോളും. ഇടാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇടുന്നത് മാത്രം മടക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. അപ്പോൾ അഞ്ചും അതിനും അവർ തന്നെ ചെയ്തു വെക്കും കേട്ടോ. അഞ്ച് പിന്നെ കുറച്ച് നീറ്റാണ് അവളെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറയാതെ തന്നെ അവളെ കാര്യങ്ങളൊക്കെ അവളെ ബുക്കാണെങ്കിലും അവളുടെ ഡ്രസ്സാണെങ്കിലും ഒക്കെ നീറ്റിൽ വെക്കും. അപ്പോൾ അത് കണ്ടിട്ട് തന്നെ കേട്ടോ അതിനും ചെയ്യൽ. അവനും ഇഷ്ടം തന്നെയാണ്. ഇങ്ങനെ അവൾ ഡ്രസ്സൊക്കെ മടക്കി വെക്കുമ്പോൾ അവനും അതുപോലെയൊക്കെ ചെയ്യും. പിന്നെ ഇത് ഫാന് തുടക്കണ സാധനമാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കസേരയിലൊന്നും ടേബിളിൽ കയറി തുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തായിരുന്നു. ഇപ്പോൾ ഞാൻ ടേബിളിൽ കയറി ഇരുന്നിട്ട് തന്നെ കേട്ടോ തുടക്കണം. എന്നാലും ഇപ്പം നന്നായി തുടക്കാൻ പറ്റുള്ളൂ. ഡീപ്പ് ക്ലീനിങ് നോമ്പിൻ്റെ ആകുമ്പോൾ ഒന്ന് നന്നാക്കി വൃത്തിയാക്കണമല്ലോ നമുക്ക്. അല്ലെങ്കിൽ ഞാൻ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഫാന് ക്ലീൻ ആക്കൽ. പിന്നെ നമുക്കിങ്ങനെ ചുമരിലും പൊടി തട്ടാനൊക്കെ പറ്റിയൊരു സാധനമായിട്ട് അതിന്മേലൊരു സ്റ്റിക്ക് ഫിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഫാനിൽ പൊടി തട്ടുക. അത് പിന്നെ വളക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ അത് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ആരുമില്ലാത്ത സമയത്തൊക്കെ ടേബിളിലൊന്നും കയറി നിന്ന് പൊടി തട്ടേണ്ട ആവശ്യം വരില്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ. പിന്നെ ഇത് ഞാൻ സോഫയൊക്കെ ഒന്ന് നീക്കിയിട്ടിട്ട് തുടച്ചെടുക്കേനി കേട്ടോ. സോഫയൊക്കെ പിന്നെ വെയിറ്റ് ഉള്ളതായതുകൊണ്ട് എപ്പോഴൊന്നും നീക്കിയിട്ട് തുടക്കാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ നീക്കിയിട്ടൊന്ന് തുടച്ചെടുക്കും കേട്ടോ. പിന്നെ ജനലൊക്കെ ഒന്ന് തുടക്കണം. പിന്നെ കർട്ടൻ അഴിച്ച് അലക്കാനിടണം. അങ്ങനെ ഓരോരോ പണികളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ മാറാലൊന്നും ഇല്ല, എന്നാലും ഒന്ന് പൊടി തട്ടി എടുക്കുകയാണ്. അപ്പോൾ ശീലം നനച്ചിട്ട് ജനലൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാനൊന്ന് പൊടി തട്ടി എടുക്കലേ ഉള്ളൂ. അപ്പോൾ കുട്ടികളെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് എന്നും ക്ലീനിങ് ഒന്നും നന്നായിട്ട് നടക്കില്ല. ജസ്റ്റ് നിലം ഒന്ന് തുടച്ചെടുക്കുക എന്നല്ലാണ്ട് ജനലും അതിലൊന്നും എന്നൊന്നും ക്ലീൻ ആക്കലില്ല കേട്ടോ. അപ്പോൾ നോമ്പായതുകൊണ്ട് നന്നാക്കി ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് അവർ ഫുഡ് വാരി കൊടുക്കണം, അവർ ടോയ്ലറ്റിൽ കൊണ്ടുപോകണം, അവർ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണമല്ലോ. പിന്നെ അവരുടെ കൂടെ കളിക്കണം. സമയമില്ലെങ്കിലും അവരുടെ കൂടെ നമ്മൾ കളിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ആവശ്യമോളാണെങ്കിൽ വിളിച്ചുകൊണ്ട് നിൽക്കും. കുറേ ചെറിയ പാത്രങ്ങളുണ്ട് അവളുടെ കയ്യിൽ. അപ്പോൾ കിച്ചണ് കളിക്കുമ്മ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുമ്മ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കും. ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പറയും ഉമ്മച്ചിനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയും, ഉമ്മച്ചിൻ്റെ ഫ്രണ്ടാണെന്ന് പറയും. അപ്പോൾ എനിക്കത് കേൾക്കണത് നല്ല ഇഷ്ടമാണ് ചെല്ലുമ്പോൾ അങ്ങനെ പറയണത്. അപ്പോൾ അതാ ഏകദേശമൊക്കെ ക്ലീനിങ് ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതാ കർട്ടൻ അയക്കുകയാണ്. കർട്ടനും കൂടി ഒന്ന് കഴുകാനുണ്ട്. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഓറഞ്ച് ഉണ്ടായിരുന്നു, ഒന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അടുത്തത് നമുക്ക് ലഞ്ച് റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കന് ഇന്നലെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അൽഫാം മസാല പുരട്ടി വെച്ചതായിരുന്നു, ഇന്നലെ രാത്രി ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി വന്നത് ഫ്രിഡ്ജിലുള്ളത് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. പിന്നെ ഇതാ 2 മുള്ളഞ്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയതാണ്. അപ്പോൾ ഇന്നലെ പൊട്ടിച്ച് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ച്. ഇത് കറിയായിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ബീഫൊക്കെ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയാൽ. ഇത് ഞാൻ ഉപ്പേരിയാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ കുരു ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ പോലെ ഉണ്ട്, കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതാണ് കേട്ടോ ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചത്. ഇത് ഞാൻ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും പൊട്ടിച്ചിട്ട് ഉപ്പും പച്ചമുളകും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അത് കഴിക്കാൻ നല്ല അലിഞ്ഞ പോലെ ആയിട്ടുണ്ട് ഇത് വെന്ത് വന്നപ്പോൾ. പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് ഹദീസാണ് കേട്ടോ, സ്വഹീഹുൽ മുസ്ലിം മലയാള പരിഭാഷയാണ്. അപ്പോൾ കുറേ ഏകദേശമൊക്കെ ഞാൻ വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതെടുത്ത് വായിക്കും കേട്ടോ, വായിച്ച് വാങ്ങുന്നതിനെ വായിക്കും. അപ്പോൾ വായിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാങ്ങിച്ച് നോക്കാം കേട്ടോ. നമുക്ക് ഇസ്ലാമിൻ്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ ഒരുപാട് മനസ്സിലാക്കാൻ പറ്റും. അതും മലയാളത്തിൽ എഴുതിയതാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ, പഴയ ചരിത്രങ്ങൾ നബിൻ്റെ കാലത്തൊക്കെ. അപ്പോൾ ഖുർആനാണെങ്കിലും ഞാൻ പരിഭാഷ എടുത്ത് തന്നെയാണ് കേട്ടോ വായിക്കൽ. ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ കൂടെ പരിഭാഷ വായിക്കും. ഇതും നല്ല സുഖമുണ്ട് കേട്ടോ. നമുക്ക് അറബി വായിച്ചാൽ മനസ്സിലാവില്ല, ഹദീസുകളൊക്കെ അല്ലേ.
അപ്പോൾ നമുക്ക് അതിനിപ്പുറത്ത് മലയാളത്തിൽ എഴുതിയതുകൊണ്ട് നമുക്കത് വായിച്ച് നല്ല മനസ്സിലാക്കാൻ പറ്റും പഴയ കാലത്തുള്ള ചരിത്രങ്ങളൊക്കെ. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു സ്റ്റിക്കറാണ് കേട്ടോ ചുമരിൽ ഒട്ടിക്കണത്. അതൊരു ഗ്ലാസിൻ്റെ സ്റ്റിക്കറാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി, ഞാനൊന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് അറിയില്ല, പക്ഷേ ചുമരും ഒട്ടിച്ചിട്ട് നന്നായി തന്നെ ഒട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. വേറിട്ട് പോരണമൊന്നുമില്ല, നല്ല ഉറപ്പുള്ള പശയാണെന്ന് തോന്നുന്നുണ്ട്, നന്നായി നിൽക്കുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല കേട്ടോ ചുമരിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണത്. അപ്പം ഞാൻ മൂപ്പരോട് പറയാതാണ് കേട്ടോ അത് ഇവിടെ ഒട്ടിച്ച് വെക്കണം, ഇനി വന്നിട്ട് എന്താണ് അഭിപ്രായം പറയാമെന്ന് അറിയില്ല. പക്ഷേ ദേഷ്യപ്പെടൊന്നുമില്ല. അപ്പോൾ എന്തിനാ ഒട്ടിച്ചതെന്നോ അല്ലെങ്കിൽ എന്തിനാ ഇവിടെ ചെയ്തത് അവിടെ ചെയ്തുകൂടെയെന്ന് അങ്ങനെയൊക്കെ പറയട്ടെ. അപ്പോൾ ഞാനിത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, അങ്ങനെ ഈ സ്റ്റിക്കർ ചീന്തി എടുക്കുമ്പോൾ നല്ല പശ, നല്ല ഉറപ്പുള്ള പശയാണ്, നന്നായി നിന്നിട്ടുണ്ട് ഒട്ടിച്ച് കൊടുത്ത്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് സ്പേസ് കറക്റ്റ് വെച്ച് കൊടുക്കണം കേട്ടോ. അത് മാറി വെച്ചാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു ബോക്സാണ് ഞാൻ ഓർഡർ ചെയ്തത്. റേറ്റൊന്നും കുറഞ്ഞ റേറ്റേ ഉള്ളൂ കേട്ടോ, അത്ര 230 240 അങ്ങനെ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ താഴേക്ക് ഒരേ ലെവലിൽ ഒട്ടിച്ച് വെക്കണം. ആ ഫോണിൽ കണ്ടതുപോലെയല്ല, ഞാൻ എൻ്റെ ഒരു ഇതിനാണ് കേട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചുമരിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് വെക്കാൻ. ഇത് ഞാൻ ഓർഡർ ചെയ്തത് മീഷോ എന്നാണ് കേട്ടോ. അധികം സാധനം ഞാൻ മീഷോ തന്നെയാണ് ഓർഡർ ചെയ്യൽ. ആമസോണിനൊക്കെ എനിക്കൊന്നും കൂടി ഇഷ്ടം മീഷോ എന്ന് ഓർഡർ ചെയ്യാനാണ്. പിന്നെ ഇതൊക്കെ ഞാൻ മുമ്പ് ചെയ്ത് വെച്ച കുറച്ച് പൂക്കളാണ് കേട്ടോ. ഇതൊന്ന് യൂട്യൂബിൽ ഇടാൻ വേണ്ടി ഞാൻ ചെയ്തതല്ല. ഇത് 3 വർഷത്തിലേറെ പഴക്കമുണ്ട് കേട്ടോ ഇതിനൊക്കെ. 3 വർഷം മുമ്പ്, എനിക്ക് തോന്നുന്നു ഐഷുമോൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ പൂവാണ് ഇതൊക്കെ എന്ന് എനിക്ക് തോന്നുന്നത്. അവളുണ്ടായതിന് ശേഷം അധികം ഞാൻ ചെയ്തിട്ടില്ല, അതൊക്കെ എടുത്ത് വെച്ചതാണ്. എൻ്റെ ഒരു ബാഗ് ഉണ്ട് കേട്ടോ, ബാഗിലാണ് എൻ്റെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുള്ള വലിയൊരു ബാഗുണ്ട്. അപ്പോൾ ഒരു സമയത്ത് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെക്കണത്. ഈ ചെടിയിൽ നിന്നതൊക്കെ ഫുൾ പേപ്പർ മാത്രമാണ് കേട്ടോ. ഇതിങ്ങനത്തെ ഒരു ഓറഞ്ച് പച്ച അങ്ങനത്തെ ഒരു പേപ്പർ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. അന്ന് വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഈ ഒരു പേപ്പർ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇങ്ങനത്തെ പേപ്പർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ കമ്പും ചുള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ പേപ്പർ കിട്ടി ഇതിനെ ജസ്റ്റ് ഈ നടുക്കൂട്ടുള്ള വരകളൊക്കെ പിന്നെ ഞാൻ പെയിൻറ്റ് കൊടുത്തിട്ട് വരച്ചതാണ്. ഇതത്ര ഭംഗിയില്ല വരച്ചതൊന്നും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടി ചെയ്തതല്ല, അന്ന് ചെയ്ത് വെച്ച് അതുപോലെ തന്നെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന ഇല കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിലും ഈ മഞ്ഞപ്പൂവിന് ഇല കൊടുത്തിട്ടുള്ളത്. മഞ്ഞപ്പൂ പിന്നെ ഞാൻ കോളാമ്പി പൂ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അത് സാധാ കളർ പേപ്പർ തന്നെയാണ്. ഈ ഇപ്പോൾ കാണിച്ചില്ലേ ഈ തണ്ട്, ഇതിനാണ് ഞാൻ പറഞ്ഞ ചുവപ്പും പച്ച ഇലകൾ കേട്ടോ. പിന്നെ അതിൻ്റെ പീസ് ബാക്കി വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ചെടി ഉണ്ടാക്കിയത് കേട്ടോ. ഈ സംഭവം ഇത് ഈ ഒറ്റ കമ്പ് കിട്ടിയതാണ് എനിക്ക്. ഇവിടെ തൊടിയിലുണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ കമ്പാണ് ഇട്ടത്, ഒറ്റ കമ്പാണ്, ഞാൻ ഒട്ടിച്ചതൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്പ് കിട്ടിയപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നി. അപ്പോൾ ആർക്കിലിക് പെയിൻറ്റ് ഉണ്ടല്ലോ ബ്ലാക്ക്, അത് കൊടുത്തിട്ട് അതിന്മേൽ ഈ പേപ്പർ ഒട്ടിച്ചിട്ട് ജസ്റ്റ് മുത്തുകളും കൂടി ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ. എനിക്ക് ചെയ്തതിൽ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് സംഭവം ഇതൊരു 3 വർഷത്തിന് മുമ്പ് ഉണ്ടാക്കിയതായിരിക്കും, പക്ഷെ ഇപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ, പെയിൻറ്റ് പോയിട്ടോ അല്ലെങ്കിൽ കമ്പ് പൊട്ടിയിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു വർക്കാണ് ഈ ചെയ്തതിൽ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യൂട്യൂബിലിടാൻ വേണ്ടി ചെയ്ത വർക്കല്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു പാത്രം, അതുപോലെ തന്നെ ഇതിൻ്റെ അടി കുറച്ച് എൻ്റെ കയ്യിലുള്ള സ്റ്റോണുകളൊക്കെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഇതും അതുപോലെ തന്നെ മുറ്റത്തൊരു മഞ്ഞ പൂവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പൂവിൻ്റെ മോഡലൊന്ന് ചെയ്ത് നോക്കിയതാണ്. ചെയ്തൊന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇലകളൊക്കെ നല്ല പച്ചയായിരുന്നു. ഇപ്പോൾ കളറൊക്കെ പോയി, പച്ച കളറൊക്കെ പോയിട്ട് വേറെ കളറായിട്ടുണ്ട് ഇലകൾ. അതുപോലെ ഇതിൻ്റെ മുട്ടുകളൊക്കെ നമ്മളെ ബഡ്സ് ഉണ്ടല്ലോ, ബഡ്സ് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ കുറേയൊക്കെ കേടന്ന് പോയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഒഴിവാക്കാൻ തോന്നില്ല, നമ്മൾ ഒരുപാട് സമയം വെച്ച് ചെയ്തതല്ല എന്ന് വിചാരിച്ച് ഒഴിവാക്കില്ല. ഇതതുപോലെ പേപ്പർ 2 സൈഡൊക്കെ മുടഞ്ഞെടുത്തിട്ട് പെയിൻറ്റ് കൊടുത്തതാണ് കേട്ടോ. ഓരോ സമയത്ത് ഓരോരോ ഇഷ്ടങ്ങളാണ് ചെയ്യാൻ. ഇത് ഐഷൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ചെയ്തതാണ് എൻ്റെ ഓർമ്മയിലുള്ളത് കേട്ടോ. കാരണം അവൾ ഉണ്ടായതിന് ശേഷം ചെയ്തിട്ടുണ്ടാവും, വളരെ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുള്ളൂ, ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് ഓരോ സ്ഥലങ്ങളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ കണ്ടപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഇതിലുള്ള ഏതെങ്കിലും പൂക്കളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അതുപോലെ ഞാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കാണിക്കുക. എൻ്റെ കയ്യിൽ പേപ്പർ കിട്ടുകയാണെങ്കിൽ ഞാനൊന്ന് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രെയിമിൻ്റെ ബോർഡ് ആയിരുന്നു കേട്ടോ, ഫോട്ടോ ഫ്രെയിമിൻ്റെ. അപ്പോൾ ആ ബോർഡ് കിടന്നപ്പോൾ ഒഴിവാക്കാൻ വെച്ചതായിരുന്നു. അപ്പോൾ ബോർഡ് നല്ലൊരു ബോർഡായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് അപ്പം തന്നെ എല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ പെയിൻറ്റാണ് കേട്ടോ. അതിൻ്റെ ബാക്കിൽ പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചതാണ്. പിന്നെ 5 മോളാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. ഞാൻ എന്ത് വർക്ക് ചെയ്യുമ്പോഴും കുട്ടികൾ കൂടെ വന്നിരിക്കും, അവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അവളോടാണ് ഞാനിത് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ അവളെ എഴുതിയതാണ്.
അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു കുളത്തുണ്ട്. അപ്പോൾ ഞാൻ ജനൽ കമ്പിയിൽ ഇങ്ങനെ കൊളുത്തിട്ടതായിരുന്നു ഇതുണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓരോ വർക്കുകൾ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ, ഏതാ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ പേപ്പർ മാത്രം വെച്ച് ചെയ്തൊരു വർക്കാണ് കേട്ടോ. അത് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു കമ്പീൻ്റെ ഒരു ചെറിയ പൂക്കളിൽ യൂസ് ചെയ്യുന്ന ഒരു കമ്പി ഉണ്ടല്ലോ, ഒരു മെറ്റൽ, അത് മാത്രം ഇട്ടിരിക്കണമെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അത് ജസ്റ്റ് വളഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം. അതുപോലെ തന്നെ ഇത് മുമ്പുണ്ടാക്കിയ പൂവാണ് കേട്ടോ. ഇതൊക്കെ കുറേ കളറ് പോയിട്ടുണ്ട്, എന്നാലും അതിൻ്റെ കൂടെ കാണിച്ചപ്പോൾ ഒന്ന് കാണിച്ചു തന്നത് മാത്രം കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ഇത് ഒരു പൊട്ടിയ കപ്പായിരുന്നു കേട്ടോ, ചെറുതായിട്ടൊരു പൊട്ടൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒഴിവാക്കിയതായിരുന്നു. അപ്പോൾ അഞ്ചു പറഞ്ഞു നമുക്ക് പെയിൻറ്റ് അടിക്കുമ്പോൾ ആ ചെടി വെക്കാം അടുക്കളയിൽ എന്ന് പറഞ്ഞിട്ട് അവൾ ആർക്കിലിക് പെയിൻറ്റ് കൊടുത്തതാണ് കേട്ടോ ഈ ഒരു കപ്പുമ്മൽ. അപ്പോൾ അവൾക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ പെയിൻറ്റ് കളറ് അല്ലെങ്കിൽ കത്രിക അങ്ങനത്തെ പണി എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പൈശുമോൾ ആദ്യം വരും ഇങ്ങനത്തെ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ പണിക്കൊന്നും നിൽക്കാത്തത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അവൾ കുറച്ചും കൂടെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യണമെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ ഇത് ഞാൻ മുമ്പ് ചെയ്തെടുത്ത ഇമോജികളാണ് കേട്ടോ. അങ്ങനത്തെ ഒരുപാട് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ ഒരു 4 ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഇത് നമുക്ക് നോക്കിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ കണ്ണുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗുളികേൻ്റെ തോടുണ്ടല്ലോ അത്, അതുപോലെ തന്നെ ഈ വലിയതിൻ്റെ നമ്മളെ അച്ചാർ തൈരൊക്കെ കൊണ്ടുവരല്ലോ ഈ ബിരിയാണീൻ്റെ കൂടെ, അതിൻ്റെതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ കണ്ണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഓരോ പണികളായിരുന്നു ചില സമയത്ത്. ഇപ്പോൾ ഇതൊന്നുമില്ല. പിന്നെ ഇത് നിങ്ങളെൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇത് ടീഷർട്ടിൻ്റെ ചെറിയൊരു പീസ് വെച്ച് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ പെയിൻറ്റിങ് കൂടി ഉണ്ട്, ഇതും കൂടി കാണിച്ചു തരാം. പിന്നെ ഇത് വരച്ചപ്പോൾ ഇക്ക പറഞ്ഞു ഇനി ചുമരുമ വരയ്ക്കരുത്, ഇനി വരയ്ക്കണമെങ്കിൽ ഒരു ബോർഡിൽ എന്തെങ്കിലും വരച്ചിട്ട് തൂക്കിയാൽ പോരെ, കാരണം ഇനി പെയിൻറ്റ് അടിക്കുമ്പോൾ ഒക്കെ ഇത് വരുതി കളയാൻ ഭയങ്കര പണിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ ചുമരിൽ വരച്ചിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് ഞാൻ ഗ്ലാസ്സിൽ സ്റ്റിക്കർ ഒട്ടിച്ചതാണ് കേട്ടോ. ഇത് ഗ്ലാസിൻ്റെ ചെറിയ പൊട്ട് വരുന്നു, പുതിയ ഗ്ലാസ്സുകളാണ്, പക്ഷേ എല്ലാത്തിനും നമ്മൾ ചായയൊക്കെ കുടിക്കണ ഭാഗം ഉണ്ടല്ലോ, ചുണ്ട് തട്ടണ ഭാഗം, അവിടെ ചെറിയതായിട്ട് പൊട്ട് വരും. എല്ലാ ഗ്ലാസ്സിനും അങ്ങനെ പൊട്ട് വരുമായിരുന്നു. അപ്പോൾ പിന്നെ ഒഴിവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വെച്ചപ്പോഴാണ് എനിക്കൊരു സ്റ്റിക്കർ കിട്ടിയത്. അപ്പോൾ ഞാൻ സ്റ്റിക്കർ ചുറ്റി കൊടുത്തതാണ് കേട്ടോ. പക്ഷേ ഇതുവരെ അതിനൊരു കേട് വന്നിട്ടില്ല. ഇത് പറഞ്ഞാൽ ഇതിന് കുറച്ച് കാലമൊക്കെ ആയിട്ടോ, 2-3 വർഷമൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട്. അപ്പോൾ 4 ഗ്ലാസ് ഒരുപോലെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ വെച്ച് കൊടുത്തായിരുന്നു. ഇത് പിന്നെ 5 മോളോളം ഇഷ്ടത്തിനൊരു പൂക്കളുണ്ടാക്കി അതിൽ വെച്ചതാണ്. അപ്പോൾ 4 ഗ്ലാസ്സിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലൂ, ഒരു സിൽവർ കളറ്, ഒരു ഗോൾഡൻ കളറ്, ഒരു പിങ്ക് ഇട്ട്, അത് 4 അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചെടി ഞാൻ ഉണ്ടാക്കിയ അന്ന് തന്നെ കിച്ചണിലെ ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നിട്ട്. ഇപ്പോഴും അത് കിച്ചണിൽ തന്നെയാണ്, ഫ്രിഡ്ജിൻ്റെ മുകളിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. പിന്നെ ഇതാ ഒരു പൈനാപ്പിൾ എടുത്ത് കട്ടാക്കി ഉപ്പിലിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് സ്കൂളിൽ പോയപ്പോഴേ ഏൽപ്പിച്ച് പോയതായിരുന്നു, സ്കൂളിട്ട് വരുമ്പോൾ ഉപ്പിലിട്ട് വെക്കണമെന്ന്. അപ്പോൾ ഇത് ഒരു പൈനാപ്പിൾ ഇതിങ്ങനെ റൗണ്ട് കട്ട് ചെയ്തത് 3 പീസാക്കിയിട്ടാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്യണത്. അതിൽ ഉപ്പും വിനാഗിരിയും പച്ചമുളകും ഇട്ടിട്ട് പിന്നെ സാധാ വെള്ളമാട്ടോ ഒഴിച്ച് വെക്കണത്. കാരണം കുറേ ദിവസം വെക്കാനുള്ളത് ഇപ്പം തന്നെ കഴിക്കാനുള്ളതല്ലേ. പിന്നെ പൈനാപ്പിൾ പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോൾ അതിന് അലിഞ്ഞു പോകും, പക്ഷേ അത് അന്ന് തന്നെ കഴിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റായിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ തന്നെ കഴിക്കണം. അപ്പോഴാണ് അലിയാതെ കഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ രസം കേട്ടോ. അപ്പോൾ ഇതാ അതിന് സ്കൂളിട്ട് വന്നിട്ട് നേരെ കിച്ചണിൽ വന്നതാണ്. നല്ല മണമുണ്ട് ഉമ്മ, ഞാൻ 2 പീസ് കഴിച്ചിട്ട് കുളിച്ചോളാമെന്നും പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അവന്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. പിന്നെ അതിന് ശേഷം നമ്മൾ ചായ കുടിക്കുകയായിരുന്നു കേട്ടോ. ഇത് സമൂസ ഉണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കമൻറ്റിനും ഞാൻ മറുപടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക.